ഒരു ചായ. വിഷ്ണു എന്തൊക്കെ പണിക്ക് പോകുന്നു? ഇന്ന് പെയിൻറ്റിങ്, ഇന്നലെ തെങ്ങ് കയറാൻ പോണ കണ്ടു, മിനിയാന്ന് വരമ്പ് പാടാൻ പോണ കണ്ടു. അത് ചെണ്ട കൂട്ടാൻ പോവും, പിന്നെ കാറ്ററിങ്ങിൻ്റെ വെപ്പിന് പോവും, പിന്നെ പൊറോട്ടം കളിക്കൊക്കെ പോവും. ആവേ ഈ കാശൊക്കെ കൊണ്ട് നീ എവിടെ എടുത്ത് വെക്കണേ? നമ്മുടെ കുട്ടിക്കാല് നമ്മൾ എത്ര നരകിച്ചതാണ്. എനിക്കാണെങ്കിൽ ആകെ ഒരു മകനേ ഉള്ളൂ. അവൻ എങ്ങനെയെങ്കിലും ഒരു കരയ്ക്ക് എത്തിക്കണം പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതിനാണ് ഈ രാവും പകലില്ലാണ്ട് ഈ പെടാപ്പാട് പെടുന്നത്. പേടിക്കണ്ടാന്ന്, പിള്ളേരൊക്കെ പഠിച്ച് നല്ല നിലയിലാവും. വിഷ്ണുവിനൊരു സഹായമാവും. ഹലോ, നീ ഇപ്പം എന്താ പറയണ? ഇപ്പോൾ അപ്പോൾ കുടുംബശ്രീ പോയില്ലേ നീ? അവിടെ നിന്ന് അത്രേ കിട്ടുള്ളൂ. ശരി ശരി. എന്താ ഇപ്പോൾ ചെക്കൻ എന്താ പറയണപ്പോൾ? ഏത് വണ്ടിയാണ് വേണം പറയണപ്പോൾ അവൻ? എന്താ ഡൂക്കാ? ശരി ശരി, വൈകിട്ട് വരാം. ഇവിടെ ചേട്ടാ, ഇതാ ശരി എന്നാ. എന്താ ഇത്? ആ ചെക്കൻ ഡൂക്കിൻ്റെ ബൈക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ടായിരുന്നു. എന്താല്ലേ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു സൈക്കിൾ കിട്ടാൻ പെട്ട പാട്. എന്നിട്ട് വാടകയ്ക്ക് പോയി എടുക്കണം. 1 രൂപ 2 രൂപ, ഒരു വണ്ടി അര വണ്ടി. 10ാം ക്ലാസ് പാസ്സായി പറഞ്ഞ ഒരു സൈക്കിൾ മേടിച്ച് തരാൻ പറഞ്ഞു എൻ്റെ മാമൻ. അങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി 10ാം ക്ലാസ് പാസ്സായപ്പോൾ അപ്പം പറയണ്, നീ സൈക്കിളും കൊണ്ടൊന്ന് ഒറ്റയ്ക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞ് അതും മുടക്കി എൻ്റെ അപ്പൻ. ആ പോയ വിഷ്ണു അവൻ്റെ ഭാര്യയില്ലേ, എത്ര പാവങ്ങളാ അവർ, എത്ര കഷ്ടപ്പെട്ടറിയാ ആ മകനെ വളർത്തുന്നത്. ആ ചെക്കനാണെങ്കിലോ ഒരു മപ്പ് കേസ്. അറിയോ നിങ്ങൾക്ക്? മപ്പ് കേസാ? അതെന്താ മപ്പ് കേസ് എന്ന് വെച്ചാൽ മയക്കുമരുന്ന്. അതെ ഗിരീഷേട്ടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പിള്ളേരെ കാണാം. ശ്മശാനത്തിൻ്റെ എവിടെയും ചാൽ വരുമ്പോഴും പുഴ വരുമ്പോഴും കാണാം. ഞാൻ ഇന്നലെ പാടത്ത് പോയിട്ട് വരുമ്പോഴേ ആ പുഴൻ്റെ ഓരത്തെ കുറ്റിക്കാടില്ലേ, അതിനകത്ത് 5-6 പിള്ളേർ ഇവനെ കൂടി കിടന്നിട്ടേ എന്തോ ഒരു പരിപാടി, കുറച്ച് പുകയൊക്കെ ഉണ്ട്. എന്താണ്ടാ നിങ്ങൾക്കോട് പണി ചോദിച്ചപ്പോൾ അവർ ചോദിക്കണേ നിങ്ങൾക്ക് എന്താ പണിയെന്ന്. ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയില്ലേ. അപ്പം അങ്ങനെയെങ്കിലേ ഈ വിവരം നീക്ക് ആ വിഷ്ണു എടുത്തെന്ന് പറഞ്ഞൂടെ? നല്ല കോലായി. ആ ഡൂക്ക് വാങ്ങണം പറഞ്ഞിട്ടേ ആ ചെക്കൻ അവൻ്റെ അമ്മനെ തല്ലു അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അറിയോ? അങ്ങനെ ചെയ്യണവനെ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ മടിക്കോ? എന്താ പറയുക, നമ്മൾ പത്രത്തിലേ കണ്ടിട്ടുള്ളൂ. മയക്കുമരുന്ന് കഴിച്ചിട്ട് അമ്മനെ വെട്ടിക്കൊന്നു, അപ്പനെ വെട്ടിക്കൊന്നു, മുത്തനെ വെട്ടിക്കൊന്നു എന്നൊക്കെ. എന്തല്ലേ ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നടക്കുന്നുണ്ട്. അല്ല ഗിരീഷേട്ടാ, ഈ അമ്മനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കൈവിട്ട കളിയല്ലേ. ആ വിഷ്ണു ആണെങ്കിൽ ഒരു മഹാപാവും. ഇതിനെന്തെങ്കിലും നമ്മൾ പോകുമ്പോഴും ചെയ്യണ്ടേ? എന്താ ചെയ്യുക? ഇതിനൊരു വഴിയുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മുടെ ഇവിടെ കല്ലിങ്കൽ എക്സൈസ് ഇൻസ്പെക്ടറാണ്. ആളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, റസാലി സാറല്ലേ? സാർ ഇപ്പോൾ വരും. 2016 നമ്മുടെ കേരള സർക്കാർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വിമുക്തി മിഷൻ എന്നൊരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെന്താ വെച്ചാൽ ലഹരിക്കെതിരെ നടപടിയെടുക്കുക, ബോധവൽക്കരണം കൊടുക്കുക, അഡിക്ഷനിൽ പെട്ട ആൾക്കാരിനെ നന്നാക്കുക. ഇതിൻ്റെ കോർഡിനേറ്ററായിരുന്നു നമ്മുടെ ഇപ്പോൾ വരാൻ പോണ റസാലി സാറ്. ഇതാ ആളെത്തിയല്ലോ. അപ്പോൾ എൻ്റെ അച്ഛൻ പോയാ? ഇതാ ജസ്റ്റ് ഇപ്പോൾ പോയിട്ടുള്ളൂ. അതെ, പാവങ്ങളാണേ, ഒറ്റ മകനേ ഉള്ളൂ. ബൈക്ക് വേണം പറഞ്ഞപ്പോൾ ആ പാവം കടം വാങ്ങാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ഹരി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ് മനസ്സിലായത്. നിങ്ങളീ പറഞ്ഞ ലക്ഷണമൊക്കെ വെച്ച് നോക്കുമ്പോഴേ കാര്യത്തിലേക്ക് ഗൗരവത്തോട് കാണേണ്ട ഒരു വിഷയമാണത്. അല്ല സാറേ, ഈ മയക്കുമരുന്നിൻ്റെ പേരൊക്കെ പുതിയ തരത്തിലാണ് കിട്ടി. എന്തൊക്കെ പേരെന്ന് വായിച്ചാലും കിട്ടില്ല, പറഞ്ഞാലും കിട്ടില്ലല്ലോ. അത് അതിന് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ആ പേരുകൾ ഞാൻ അവിടെ പറയുന്നില്ല. പറഞ്ഞു ഇനിയിപ്പോൾ അത് കേട്ടിട്ട് പിള്ളേർ ഇനി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അത് വലിയ പ്രശ്നമാവും. നാച്ചുറൽ, സെമി സിന്തറ്റിക് ഇങ്ങനെ ഒരു 2-3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പൊതുവേ ഇതിനൊക്കെ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ ലഹരി അടിപ്പെട്ട ആളെ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ അതിന് പിന്നെ മുക്തിയില്ല. ഈ പറയുന്നതൊക്കെ സത്യമാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും. ഇപ്പോൾ വിമുക്തി മിഷൻ ചെയ്യുന്നത് ഇതുപോലെ ബോധവൽക്കരണവും ഇതുപോലെ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളെ തിരിച്ച് കൊണ്ടുവരലൊക്കെ തന്നെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വ്യക്തി വിചാരിക്കണം, അല്ലാതെ ഒരു കാര്യമില്ല. കാലത്തിൻ്റെ ഒരു പോക്കേ. പണ്ടൊരു ബീഡി വലിച്ചു പറഞ്ഞിട്ട് കാരണവൻ്റെ നിന്ന് കിട്ടിയ അടി ഇപ്പോഴും മറക്കില്ല. ഇന്നാണെങ്കിലേ കാരണവർക്ക് പൊതിരെ കിട്ടും. അതാണ്. പണ്ടൊക്കെ ഈ ബീഡി വലിച്ചു പറയല്ലേ, ഇതിൻ്റെയൊക്കെ മണം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഈ സാധനങ്ങളുണ്ടല്ലോ, ഇത് ഒരു നിവൃത്തിയില്ല കണ്ടുപിടിക്കാൻ. ഈ രാജ്യത്തിൻ്റെ വിഭവശേഷി പറയണത് ഇപ്പോഴത്തെ യൂത്തല്ലേ. ഈ യുവാക്കളെ
ലഹരിക്ക് അടിമപ്പെടുത്തി ഒന്നിനും കൊള്ളാത്തവരാക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പോക്ക് അവിടെ. ഇതിനെ ഒരു അന്താരാഷ്ട്ര ലെവലിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോബി കളിക്കുന്നുണ്ടോ സംശയമുണ്ട്. അതിൻ്റെ സാധ്യത ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പണ്ട് ചൈനയിലേക്ക് അവിടുന്ന് വിഭവങ്ങൾ വാങ്ങിയിട്ട് ബ്രിട്ടൻ പകരം ഈ ലഹരി കുറേശ്ശെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ഭരണാധികാരികളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒരു തവണ ഈ ലഹരിയുമായി വന്ന കപ്പൽ മുക്കിക്കളഞ്ഞു. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞു കേട്ടില്ലേ കറുപ്പ് യുദ്ധം എന്നൊക്കെ ഉണ്ടായി. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവുന്നത്. അല്ല സാറേ, ഈ ലഹരി ഉപയോഗിക്കുന്നവരെ അവർ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ ഇതിനൊരു പോംവഴി കാണണ്ടേ? ആ പാവങ്ങളെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഇതിനെന്താ ഒരു വഴി? അത് ഇവരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇവരുടെ ഈ തലമുടി ചെയ്യുന്നതിലും വസ്ത്രധാരണത്തിലും ഇവരെ പെരുമാറ്റത്തിലും പൊതുവിലുള്ളവരെ പെരുമാറ്റത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അടുപ്പം ഇവരുടെ രക്ഷിതാക്കൾക്കും മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയും. പിന്നെ പൊതുവിൽ ഇവർക്ക് ഇവരിന്ന് അകന്ന് ഇവരുടേതായിട്ടുള്ളൊരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിലാവുമായിട്ട് ഇവർക്ക് അടുപ്പുണ്ടാവുള്ളൂ. പേടിയില്ലാന്ന് ഈ പിള്ളേർക്ക്. ഇനി അഥവാ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കണ്ടിട്ട് ടീച്ചർമാരോ മാഷുമാരോ ഒന്ന് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചീത്ത പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ രക്ഷിതാക്കളുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞ് അവരെ വന്ന് ഈ ഉപദേശിച്ച ടീച്ചർമാരുടെ പണി കളയും. അല്ല സാറേ, ഈ എങ്ങനെയാണ് ഈ പിള്ളേർക്ക് ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്? അതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അതിന് പല സാഹചര്യങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. ഈ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്ന പിള്ളേർ, അതുപോലെ കൂട്ടുകെട്ടുകൾ, മറ്ററിയാലോ കൗമാരത്തിലുള്ള ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി, അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. തിരിച്ചു കൊണ്ടുവരൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ നന്നായി എളുപ്പത്തിൽ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും കാര്യങ്ങളും കൗൺസിലിങ്ങോ അങ്ങനെ വല്ലതും കൊടുക്കുക, അങ്ങനെയൊക്കെ കൊണ്ടുവരുത്തും തിരിച്ചു കൊണ്ടുവരാം. വിഷ്ണുവിൻ്റെ മക്കളെ പോലുള്ളവരൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നും കൂടുതൽ വിവരം വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ഇത് അറിയിക്കേണ്ടത്? അതിനാണ് എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ ഈ വിമുക്തി മിഷൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് ഈ 14405 എന്ന ഈ നമ്പർ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. അത് അപ്പോൾ ആവശ്യമായ കൗൺസിലിംഗ് ആണോ, അതോ ആ കുട്ടിയുടെ സ്വഭാവം അനുസരിച്ച് എത്രത്തോണ്ട് അഡിക്റ്റ് ആയിട്ടുണ്ട്, അതിനനുസരിച്ച് ചികിത്സ വേണോ, കിടത്തി ചികിത്സ വേണോ, OP മതിയോ, ഇതെല്ലാം അവരവിടുന്ന് പറഞ്ഞു കൊടുക്കും. ഒരാളും അറിയില്ല. അത് വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യാം. ഇതറിയുന്ന രക്ഷിതാക്കൾ ഈ നമ്പറിലൊന്ന് വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി. അതിനിപ്പോൾ മിഷൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പൊന്നും കുടങ്ങളായ മക്കളെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ അപ്പനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതും നല്ല നിലയിൽ വരുന്ന സ്വപ്നം കാണുന്നതും. മയക്കുമരുന്നും മദ്യവും ഒന്നും കുടിച്ച് നശിപ്പിക്കാണ്ട് നല്ല രീതിയിൽ ജീവിക്കുക, വലിയ സ്വപ്നം കാണുക. ആ സ്വപ്നം വേണ്ട മക്കളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി.